ഇനി ഞാൻ എന്താ ഇപ്പം ഞാൻ ഷീറ്റ് മാസ്കും കൂടി ഇട്ടച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അതും കൂടെ റിമൂവ് ചെയ്യണം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചിക്കൻ കാണലിന്റെ ഭാഗമായി ഈ പെണ്ണ് സുന്ദരിയായിക്കൊണ്ടിരിക്കുന്ന അഗൈൻ വെൽക്കം ടു അവർ വ്ലോഗ്. മോർണിംഗ് ആക്ച്വലി ഗുഡ് മോർണിംഗ്. കുറച്ചധികം നേരമായി. ഞങ്ങളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഹലോ, ഞാൻ ഇന്നലെ ഫേസ് പാക്കൊക്കെ ഇട്ട് ഫുൾ ഓർണമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി അതൊക്കെ എടുത്തിടണം. നെയിൽ പോളിഷ് ഇട്ടു, ഇവക്കിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കണം, മുടി കെട്ടി കൊടുക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ കാണാം. വി ആർ ഗെറ്റിംഗ് റെഡി. അപ്പോൾ ഇത് അവിടെ ഒരാളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ അങ്ങനെ ഭയങ്കര സ്റ്റൈൽ എന്നല്ല, ഒന്ന് ട്രൈ ആക്കാന്ന് വിചാരിച്ചു. നിൽക്കണോ എല്ലാവരും ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാനുള്ള റെഡി എനിക്ക് അവിടെ ഒരാൾ മാമുണ്ട്. എൻ്റെ ചെരുപ്പവിടെ. അപ്പോൾ ഇതവിടെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക. ഞാൻ നടന്നാണോ പോണേ? ആ പറയ്, നേരത്തെ പറഞ്ഞ ഡയലോഗ് പറ. ഞാൻ നടന്നു വന്നോളാന്നൊക്കെ. കണ്ണാ ഫ്ലൈറ്റ് ആർക്കും വേണേ കേറാന്ന്. ഇനി അതിനോട് ശ്രദ്ധിക്കുന്നില്ല. കല്യാണം കഴിക്കുമ്പോ കല്യാണം പെണ്ണാവുള്ളൂ. ആദ്യത്തെ വണ്ടി ഇതാ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. സ്കൂളിന്റെ അവിടെ നിർത്തിക്കോട്ടാ. അങ്ങനെ നമ്മൾ യമുന ഇറങ്ങി. പക്ഷെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. യമുന ഇറങ്ങി. ഇന്നും യമുന ഇറങ്ങി. എന്തൊക്കെയോ പാടുക. ഗുരുവായൂരമ്പലത്തിൽ പതിവില്ല ജനത്തിരക്ക്. അയ്യടാ, ചെക്കൻ മുമ്പിലേക്ക് ഉണ്ടല്ലോ. ചെക്കൻ കണ്ണില് ആ വണ്ടി ഇങ്ങോട്ട് കയറ്റാം. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട് കാണാൻ പോവാണ്. പണ്ടൊക്കെ ഇത് വലിയൊരു ചടങ്ങാണ്. ബോയ്സ് മാത്രം പോയി വീടൊക്കെ കണ്ട് പെൺകുട്ടികളെ വീട്ടിലേക്ക് കെട്ടിച്ചയക്കുന്നൊരു ചടങ്ങായിരുന്നു. പിന്നീട് അത് ഫാമിലിയായിട്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഇതാ പെൺകുട്ടികളും പോകാൻ തുടങ്ങി. റെവല്യൂഷൻസ് വരണം, മാറ്റങ്ങൾ വന്നേ പറ്റുള്ളൂ. അതൊരു രസമാണ്. അതിനും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൈൻഡുള്ള ആളുകളാണെങ്കിൽ എല്ലാം അടിപൊളിയായിരിക്കും അല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഹൽദി എന്ന് പറയുന്ന ചടങ്ങ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞാനാട്ടോ. അതേപോലെ തന്നെ ഇതാ ചെക്കൻ കാണലിൽ ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അതെ, എൻ്റെ അനിയത്തിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, അവൾ താമസിക്കേണ്ട വീടാണ്, അല്ലെങ്കിൽ അവൾ കയറി ചെല്ലുന്ന വീടാണ്. അപ്പോൾ അവളും കൂടെ കാണണം എന്നുള്ളത് തന്നെയാണ് ശരിയായ രീതി എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ വീട് കാണാൻ പോയ സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നായിരുന്നേ. ഇവരാണെങ്കിൽ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് വന്നത്. ആ സമയം ഞാൻ സ്പെൻഡ് ചെയ്തത് അപ്പുറത്തിപ്പുറത്തൊക്കെയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ബട്ട് സ്റ്റിൽ ഇതാണൊരു നല്ല രീതി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും, വിശ്വാസമായിരിക്കും, ചിന്താഗതികളായിരിക്കും. പക്ഷേ ഐ തിങ്ക് ഉറപ്പായിട്ടും മാറ്റങ്ങൾ വരണം. മാറ്റങ്ങൾ നല്ലതിനാണ്. എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റും കൂടെ വരണം. പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകൾ വേണം എന്നൊക്കെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മൾ അങ്ങനെ ചെക്കൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ എല്ലാവരും നമ്മൾ വാമായിട്ട് വെൽക്കം ചെയ്തു. പിന്നെ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു, വീടൊക്കെ ചുറ്റി കണ്ടു, നന്നായിട്ട് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് കുറേ നേരം ഡിസ്കസൊക്കെ ചെയ്ത് നമ്മൾ എൻഗേജ്മെൻറ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ 2-3 മുഹൂർത്തങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ സെറ്റാവുന്നൊരു ടൈമൊക്കെ നോക്കി നമ്മുടെ വീട്ടിൽ നിന്നൊരു 10-12 പേരോളം കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചടങ്ങ് തിരിച്ചിട്ടു. ഇതാ അവിടെ നിന്ന് ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ചെക്കൻ തന്നെ തന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചെക്കൻ കാണലിൻ്റെ ഭാഗമായി ചെക്കൻ തന്നെ ജ്യൂസ് എടുത്ത് കൊടുക്കാൻ പോവാണ് പെണ്ണിന്. ഇത്ര നേരം വീഡിയോ എടുത്തെന്ന നമ്മുടെ വീഡിയോഗ്രാഫർ, അപ്പുറത്തിരിക്കുന്ന മധ്യസ്ഥൻ. അത്ര ഇഷ്ടമില്ല, നോക്കട്ടതൊക്കെ. പിന്നെ ഇതാ ഒരു സെക്കൻഡ് ട്രിപ്പ് വീണ്ടും ചായയായിട്ട് വന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കണ്ടു. പുറത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്ലാനിങ്ങുകളൊക്കെ ആയിരുന്നു. അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചാറ്റാ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഷോപ്പിംഗ് വിശേഷങ്ങൾ, എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ, അങ്ങനത്തെ ഒരുപാട് പുതിയ എക്സൈറ്റിംഗ് ന്യൂസുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് അതേപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതികളും മാറ്റങ്ങളൊക്കെ വരണം എന്ന് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ, എൻ്റർടൈനിങ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.